NHS വെയിൽസിലോട്ടുള്ള നോർക്ക റിക്രൂട്ട്മെൻറ്റ്സിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 25 ആണ്. സോ അതിനെക്കുറിച്ചുള്ള മോർ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് നിങ്ങൾക്ക് ഒന്നുകിൽ സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ ആ താഴെ കൊടുക്കുന്ന ലിങ്ക് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫോമിലോട്ട് എത്തിച്ചേരാൻ പറ്റുന്നതായിരിക്കും. സോ ആ ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പം ഇങ്ങനെയൊരു ഫോമിലോട്ടായിരിക്കും നമ്മൾ വരുന്നത്. സോ ഫോം ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അതിന് ഹെഡിങ് UK വെയിൽസ് നഴ്സസ് ഇൻ്റർവ്യൂ നവംബർ 2024 ആണോ എന്ന് ശ്രദ്ധിക്കുക. ഇതിൽ കൃത്യമായിട്ട് നമുക്ക് സ്റ്റാർ ഇട്ട് കുറച്ചധികം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ സ്റ്റാർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം മാൻഡേറ്ററി ആണ്. ആ പോയിന്റ്സുകളെല്ലാം തന്നെ നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് നെയിം ഓഫ് കാൻഡിഡേറ്റ് ആണ്. ആസ് പെർ പാസ്പോർട്ട് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. സോ നമ്മൾ യൂഷ്വലി എഴുതുന്ന നെയിം അവിടെ ആഡ് ഓൺ ചെയ്യരുത്. എന്താണോ പാസ്പോർട്ടിൽ കാണുന്ന നെയിം അത് തന്നെ എഴുതുക. ഫോർ എക്സാമ്പിൾ ഞാൻ എഴുതുന്നു മേരി തോമസ്. സോ ആ ഒരു ഫുൾ നെയിം അതേപോലെ എഴുതുക. നെക്സ്റ്റ് മൂവ് ഓൺ ചെയ്ത് വരുന്നത് പാസ്പോർട്ട് നമ്പറാണ്. പാസ്പോർട്ട് ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്നും പാസ്പോർട്ട് നമ്പർ എഴുതുക. ഞാനൊരു ട്രയലിന് വേണ്ടി ജസ്റ്റ് എക്സിട്ട് പോവുകയാണ്. നെക്സ്റ്റ് വരുന്നത് ആധാർ നമ്പറാണ്. സോ ഈ സ്റ്റാർ ഇട്ട പോർഷൻസ് എല്ലാം മാൻഡേറ്ററി ആണ്. നിങ്ങൾക്കത് ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് നോക്കുമ്പോൾ പല ഫോമിലും കാണാത്ത ഒരു കാര്യമാണ് ഇവിടെ ഉള്ളത്. എന്താണ്? CV. അതിൽ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. മേക്ക് ഷുവർ ദാറ്റ് CV be updated and experience specialty specifically mentioned. കാരണം ആ സ്പെസിഫിക്കലി എന്നിടത്ത് വീണ്ടും ഒരു റെഡ് സ്റ്റാർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം കൃത്യമായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂവിന് അവരൊരു കുറച്ച് അവൈലബിൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. എലിജിബിലിറ്റിയും റിക്വയർമെൻറ്റും എല്ലാം നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. തൊട്ട് മുൻപേ ഉള്ള വീഡിയോ ആണ്. സോ ഇതിൽ നമ്മൾ അവർ ആ ഒരു സ്പെസിഫിക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് അത് കൃത്യമായിട്ട് റെഡ് മാർക്ക് ചെയ്ത് പറഞ്ഞേക്കുന്നത്. CV-യിൽ അത് മെൻഷൻ ചെയ്യണം. ഒരു നോർമൽ CV ആവാൻ പാടില്ല. എന്താണോ സ്പെഷ്യാലിറ്റി അത് സ്പെസിഫിക്കലി ഹൈലൈറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് വേണം CV അയക്കാൻ. നമ്മൾ ആ CV ഇവിടെ അപ്ലോഡ് ചെയ്യുവാണ്, എൻ്റർ ചെയ്യുവല്ല, അപ്ലോഡ് ചെയ്യുകയാണ്. ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, 1 MB ആണ് മാക്സിമം അതിൻ്റെ സ്റ്റോറേജ് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ അതിൽ കൂടാനും പാടില്ല. സോ ആ ഒരു സ്പെസിഫിക്കേഷൻ വെച്ചുകൊണ്ടുള്ള ഫയലായിരിക്കണം നിങ്ങളിവിടെ ആഡ് ഓൺ ചെയ്യാൻ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് നാഷണാലിറ്റി. അത് ഓപ്ഷണൽ ആണ്, കാരണം മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് എന്താണോ കൊടുക്കേണ്ടത് അവിടെ കൊടുക്കാം. സോ ഇന്ത്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നു. പ്രസൻറ്റ് ലൊക്കേഷൻ എന്താണോ ആ ലൊക്കേഷൻ കൊടുക്കാം. നിങ്ങൾ എവിടെയാണെന്നുള്ളതെന്ന് വെച്ചാൽ ഒരു ഏതാന്ന് വെച്ചാൽ ആ ഒരു പ്ലേസ് നമ്മൾ എൻ്റർ ചെയ്യുക. ജെൻഡർ വരുന്നുണ്ട്. സോ മെയിൽ ഫീമെയിൽ അതർ ആണ്. സോ അത് ഓപ്ഷൻ അതേപോലെ തന്നെ ചെക്ക് ചെയ്ത് പോവുക. DOB നോക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ മെൻഷൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഡേറ്റ്, മന്ത് ആൻഡ് ഇയർ. ഓക്കെ, ആ ഒരു ക്ലാരിറ്റിയോട് കൂടി തന്നെ വേണം എഴുതാനായിട്ട്. ഡേറ്റ്, മന്ത്, ഇയർ ഇട്ട് തന്നെ എഴുതുക. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം മാർച്ച് ആണ്. ഇയർ മെൻഷൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് നമ്മൾ ഇയർ കറക്റ്റ് കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യുക, ആഡ് ഓൺ ചെയ്യാൻ പാടുള്ളൂ. സോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് എൻട്രി ചെയ്ത് മാറ്റാനും സാധിക്കുന്നതാണ്. സോ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ എഴുതി, ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ള കോൺസെപ്റ്റിൽ. നെക്സ്റ്റ് എന്താണ്? ഇമെയിൽ അഡ്രസ്സ് ആണ്. ഇമെയിൽ അഡ്രസ്സ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ എൻ്റർ ചെയ്യാനായിട്ട് ആലോചിക്കുക. കാരണം എന്ത് റെസ്പോൺസ് വന്നാലും അത് നമ്മളുടെ ആ റെസ്പെക്റ്റീവ് ഇമെയിലോട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുന്ന ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഫോൺ നമ്പർ കോഡോട് കൂടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ ഏത് നാഷണാലിറ്റി ആണോ ആ ഒരു കോഡ് പ്ലേസ് ചെയ്തിട്ട് ഫോൺ നമ്പർ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. കാരണം ഈ ഒരു വെയിൽസിൻ്റെ ഇൻ്റർവ്യൂവിൽ അവർ മെജോറിറ്റി പറഞ്ഞേക്കുന്നത് BSc നഴ്സിംഗ്, GNM. സോ MSc ആൻഡ് പോസ്റ്റ് PSc ഓൾസോ അക്സെപ്റ്റഡ് ആണ്. സോ ഇതിലേതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അത് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്പെഷ്യാലിറ്റി ആണ്. കാരണം ഇവർ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് 4 സ്പെഷ്യാലിറ്റിയാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ജനറൽ നഴ്സിംഗ്, ഓപ്പറേഷൻ തിയേറ്റർ, ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്, തിയേറ്റർ ആൻഡ് ക്യാൻസർ കെയർ ആണ്. ഇതിലേതെങ്കിലുമാണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എങ്കിൽ അത് മെൻഷൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊന്നുമല്ല, പീഡിയാട്രിക്കോ അല്ലെങ്കിൽ ഡയാലിസിസ് യൂണിറ്റോ റീഹാബിലിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ വന്നിട്ട് അത് മെൻഷൻ ചെയ്യുക.
സോ ഒന്നെങ്കിൽ രണ്ടും, ഇതിലേതെങ്കിലും ഒന്നേ നമ്മൾക്ക് പറ്റുകയുള്ളൂ. 4 ഓപ്ഷനിൽ നിങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതറിൽ വന്നിട്ട് നിങ്ങളുടെ ആ ഒരു ക്ലാരിറ്റി അവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും. രണ്ടും കൂടെ ഒരേപോലെ ആഡ് ഓൺ ചെയ്യരുത്. സോ നെക്സ്റ്റ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ അകത്ത് നമ്മളോട് ഇവരുടെ ക്രൈറ്റീരിയ പറയുമ്പം കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത് മിനിമം 6 months to 1 year എങ്കിലും വർക്കിംഗ് ആയിരിക്കണം എന്നൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫോമിൽ 3 months പ്ലസ്, അതായത് 3 മാസത്തിന് മുകളിലുള്ള കാൻഡിഡേറ്റിനെ അവർ നോക്കുന്നുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം കാണിച്ചേക്കുന്നത്. സോ നമ്മളുടെ എക്സ്പീരിയൻസ് എത്രയാണോ, ഇപ്പോൾ 1 year പ്ലസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ഓൺ ചെയ്യുക. 5 yearsന് മേലെ ആണെങ്കിൽ അത് അല്ല, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അതർ ബട്ടൺ ഉണ്ട്. സോ അവിടെ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ചോദ്യം വരുന്നത് CBT സ്റ്റാറ്റസ് ആണ്. സോ ഇതിൽ കുറച്ചധികം പറഞ്ഞേക്കുന്നത് നോട്ട് എറ്റ് ബുക്ക്ഡ്, അതായത് നമ്മൾ ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക. ബുക്ക് ചെയ്തിട്ടുണ്ട്, എക്സാം പാസ്സായിട്ടില്ല അല്ലെങ്കിൽ എക്സാം എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുക്ക്ഡ് എന്ന ഓപ്ഷൻ കൊടുക്കുക. പാസ്ഡ് ആണെങ്കിൽ അത് കൊടുക്കുക. എക്സ്പയർ സൂൺ എന്നൊരു കാര്യം അവർ കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ റിക്വയർമെൻറ്റിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ ഇൻടേക്ക് എന്ന് പറയുന്നത് March 2025 കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കാൻഡിഡേറ്റിനെ എടുക്കുന്നത്. അതായത് ആ ടൈമിലേക്കുള്ളതിനാണ് അവരിപ്പോഴേ വന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നത്. ആൻഡ് വാലിഡിറ്റി എന്ന് പറയുന്നത് November 15, 2025 വരെയെങ്കിലും വാലിഡിറ്റി കാണണം. സോ എക്സ്പയർ ആവാൻ പോവുകയാണ്, നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു വാലിഡിറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇതിന് ആൻസർ ചെയ്യാനായിട്ട്. സോ CBTക്ക് നിങ്ങൾക്കറിയാം 2 years വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ November 15, 2025 വരെയുള്ള കാലയളവാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നിങ്ങൾ നോക്കുക, എക്സ്പയർഡ് ആണെങ്കിൽ അത് എഴുതുക. എക്സംപ്റ്റ് ഇൻ ദ സെൻസ് ഇപ്പം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ് എങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. സോ അത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. എക്സംപ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സംഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതവിടെ കൊടുക്കാം. CBTയുടെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എപ്പോഴാണോ എഴുതിയേക്കുന്നത് ആ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് എഴുതാം. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് ഞാൻ കൊടുക്കുവാണ്. 3/9/2024 ഞാൻ CBT എഴുതിയെന്ന് വിചാരിക്കുക. ആ ഒരു ഡേറ്റ് അവിടെ കൊടുക്കുന്നു. IELTS or OET, കാരണം 2 ലാംഗ്വേജ് ടെസ്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ചോദിക്കുന്നത്. അപ്പം ഇതിലേതാണോ നിങ്ങൾ കംപ്ലീറ്റ് ആയത് അത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഡേറ്റ് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഡേറ്റും അതേപോലെ തന്നെ മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡേറ്റ് മെൻഷൻ ചെയ്ത് നിങ്ങൾ എന്താണോ എഴുതിയത് ആ ഡേറ്റ് വേണം മെൻഷൻ ചെയ്യാൻ. ഞാനൊരു ഡെമോയ്ക്ക് പർപ്പസിന് വേണ്ടി മാത്രം ഞാനൊരു ഡേറ്റ് ആഡ് ഓൺ ചെയ്തതാണ്. സോ ആ ഡേറ്റ്സ് എല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ട് എഴുതണം. സ്കോർ റേഞ്ച് വരുന്ന സമയത്ത് ഇതിൽ കുറച്ചധികം ഓപ്ഷൻസ് ആണ് അവർ ചോദിച്ചേക്കുന്നത്. ഓൾ എബോവ് ഫോർ OET അല്ലെങ്കിൽ ഓൾ 8 എബോവ് ഇൻ IELTS, അതായത് 4 മോഡ്യൂളിലും A ഗ്രേഡ് അല്ലെങ്കിൽ 4 മോഡ്യൂളിനും 8 എബോവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യണം. 3 മോഡ്യൂളിനെ, 2 മോഡ്യൂളിനെ, 1 മോഡ്യൂളിനെ എന്ന് 4 ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം അവർ തന്നേക്കുന്നത് എല്ലാ മോഡ്യൂളിനും OETക്ക് B സ്കോറോ IELTSന് 7 to 7.5 ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സോ നെക്സ്റ്റ് വരുന്നത് B in 3 മോഡ്യൂൾ ആൻഡ് C+ ഇൻ റൈറ്റിംഗ്. OETയുടെ കേസ് ആണെങ്കിൽ റൈറ്റിംഗിൽ C+ഉം IELTSൻ്റെ കേസിലാണെങ്കിൽ 6.5 ആണ് റൈറ്റിംഗിന് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അല്ല ഇത് രണ്ടുമല്ല ക്ലബിംഗ് സ്കോർ ആണെങ്കിൽ നിങ്ങൾക്ക് അതും മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ് ഓൺസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ ഒരു സ്പേസിൽ കൊടുക്കാവുന്നതുമാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ പോകേണ്ടത് OET or IELTS സ്കോർ കാർഡ്, അതായത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആസ് പെർ UK NMC പ്രകാരം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സ്കോർ കാർഡ് ഇവിടെ അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ സൈസും വീണ്ടും മുൻപേ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 1 MB ആണ്. ആ ഒരു സ്കോർ കാർഡ് ഇവിടോട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുക. ആഡ് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്താണ് അപ്ലോഡ് ഓപ്ഷൻ വന്നിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് ആ OET കാറ്റഗറി എല്ലാം കഴിയുമ്പോൾ അടുത്ത് ചോദിക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഇൻ +2 എക്സാം എന്നാണ്. നമ്മളുടെ +2ന് നമുക്ക് കിട്ടിയ മാർക്കിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിക്കുന്നത്. സോ 95 ആൻഡ് എബോവ് ആണെങ്കിൽ അത് 90 to 95 അങ്ങനെ പോയി ബിലോ 60 വരെ ഉണ്ട്. അല്ല അത് അല്ലാതെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അതർ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് അവിടെ മെൻഷൻ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഇൻ BSc നഴ്സിംഗ് ഓർ GNM. BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNMലുള്ള മാർക്ക് എത്ര ആണെന്ന് ചോദിക്കുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇയറും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ എല്ലാ സെമസ്റ്ററും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കിട്ടിയേക്കുന്ന സ്കോറാണ് അല്ലെങ്കിൽ ആ പെർസെൻറ്റേജ് ആണ് ചോദിക്കുന്നത്. സോ 95 എബോവ് ആണെങ്കിൽ അങ്ങനെ അവിടെ നിന്ന് ബിലോ 60 വരെ ഓപ്ഷൻ ഉണ്ട്. സോ ഇതിലൊന്നും ബാധകമല്ലാത്തതാണെങ്കിൽ അതേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ആഡ് ഓൺ ചെയ്യുക, മെൻഷൻ ചെയ്ത് പോകണം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റഡി ഫോർ BSc നഴ്സിംഗ് ഓർ GNM, അതായത് നമ്മൾ എവിടെയാണ് പഠിച്ചത് എന്നുള്ളതാണ്. അതിനും അവർ അതിൻ്റെതായ കുറച്ച് ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കേരളത്തിലാണെങ്കിൽ, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഇൻ അതർ സ്റ്റേറ്റ്, സെൽഫ് ഫിനാൻസിങ് കോളേജസ് അണ്ടർ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഇൻ കേരള, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഇൻ കേരള, പ്രൈവറ്റ് കോളേജസ് ഇൻ അതർ സ്റ്റേറ്റ്. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് അതിന് വേറെ എന്തെങ്കിലും ഒരു ആൻസർ ഇവിടെ കൊടുക്കണമെങ്കിൽ അതിട്ടിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് വന്നേക്കുന്നത് വീണ്ടും എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ എക്സ്പീരിയൻസ് എവിടെയാണ് എടുത്തേക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റിക്കാണ് കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ എക്സ്പീരിയൻസ് വായിക്കണം, കാരണം 6 months തൊട്ട് എബോവ് ആയിട്ടുള്ളതാണ്. ഇതിൽ ഇൻ ജനറൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം കോളേജസും ഹോസ്പിറ്റൽസും ബേസ് ചെയ്തിട്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, അങ്ങനെ അവിടെയൊക്കെ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു ഓപ്ഷനാണ്. സോ ഇതധികം ഉണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എത്ര ആണോ അതിൻ്റെ ബേസിസിൽ വേണം ഇത് വായിച്ചിട്ട് ക്ലിക്ക് ചെയ്ത് പോകാനായിട്ട്. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ നിന്നും ചൂസ് ചെയ്യുക. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് NMC സ്റ്റാറ്റസ് ആണ്. അതായത് ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. ഫസ്റ്റ് സ്റ്റേജ് ആണോ, സെക്കൻഡ് സ്റ്റേജ് ആണോ, അതോ NMC റെഡി, അതായത് ഓൾറെഡി എല്ലാം കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നതാണോ. സോ ആ ഒരു സ്റ്റേറ്റസ് എന്താണെന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ പറയാം. നെക്സ്റ്റ് NMC PRN ആണ്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി രജിസ്ട്രേഷൻ കിട്ടി, അല്ലെങ്കിൽ ആ NMCയുടെ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ NMC സൈറ്റിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു നമ്പർ കിട്ടും. സോ ആ നമ്പേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ NMC PRN നമ്പർ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, PRN ഇവിടെ ആഡ് ഓൺ ചെയ്യാനും പറ്റും. ഓക്കെ, സോ അത് ആഡ് ഓൺ ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ദെൻ സബ്മിറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ആവും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ഫോമിൽ എൻട്രി ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനുള്ളത്. വീണ്ടും പറയുന്നു, ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് October 25th ആണ്. സോ ഒട്ടും സമയം വൈകിക്കാതെ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളും ഓൾറെഡി ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. തെറ്റുകൾ കൂടാതെ അപ്ലൈ ചെയ്യുക എത്രയും വേഗം. സോ താങ്ക് യു സോ മച്ച്.